അസ്സലാമലൈക്കും റഹീമേ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വന്നു. ഞാൻ കുറച്ചു ദിവസമായി വന്നിട്ട്. കണ്ടത് നന്നായി. ചൊന്ന് രണ്ട് കാര്യം പറയാൻ കേട്ടോ. എന്താ മുട്ടേക്ക? സുഖമല്ലോ എനിക്ക്? സുഖം സുഖം. റഹീമേ, ഇജിപ്പോ ഇവിടെ പെരയിട്ടുണ്ടല്ലോ, എന്റെ കാരണവർക്ക് വല്ല പിടിച്ചിട്ടില്ലല്ലോ ഉസ്താക്ക്. ഒന്നര എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഓട്ടോ സ്റ്റാൻഡിന്ന്. ഓന്റെയൊക്കെ പൈസ ഇല്ലാത്തോണ്ടാണ്, ഓനോട് ഇത് പറഞ്ഞിട്ടില്ല. ഓന്റെ പേരന്റെ ഇവിടെ പെരയിട്ട് കഴിഞ്ഞാൽ ഓന്റെ പേരായിട്ടുമ്പോ ഓന്റെ പേരെ കാണൂല നാട്ടുകാര്, അങ്ങനെയൊക്കെയുള്ള ഓനോട് പറഞ്ഞത്. ആരെ കാര്യമായ മുട്ടേക്ക നിങ്ങൾ പറയണേ? ഇന്റെ കാക്കാന്റെ കാര്യം ഓ അങ്ങനെ പറയില്ലല്ലോ. പറഞ്ഞു, എന്റെ കാക്ക മുസ്തഫ എന്നോട് പറഞ്ഞു ഇന്നലെ ഓട്ടോ സ്റ്റാൻഡിന്ന്. അനക്ക് കുറച്ചോ അൽഹംദുലില്ലാ ഹൈറ് തന്നു, കുറച്ച് പൈസ തന്നു. എന്റെ അപ്പ എന്നോട് പെരയും കയറ്റാൻ പറഞ്ഞു. ഇനിയിപ്പോ ഓ അങ്ങനെ കുത്തുകണി കാട്ടണ ആരില്ലല്ലോ. ഇജ് ഉസാറായിട്ട് പെര കയറ്റണം, അവിടെ നല്ല പെര കയറ്റണം. അത് എന്റെ ആവശ്യമാണ്. ഓപ്പോ ഓന്റെയും എല്ലാരും ചെലവ് ഇജ്ജല്ലേ പെരയിൽ നോക്കണേ തന്നെ. അത് ഓ മനസ്സിലാക്കണ്ടേ? ഇതൊന്ന് ആലോചിച്ചോക്ക. ഇജ് ഗൾഫ് കിടന്നോണ്ട് അധ്വാനിച്ചാണ്ട് 4 ഉക്കാലുണ്ടാക്കണോ, അതിനിപ്പോ വേറുള്ളൊരു കണ്ണുകടി കാട്ടണ അല്ല ആരും ഉണ്ടോ? കാക്ക എന്തിനാണ് അങ്ങാടി കൂടെ നടന്നാണ്ട് പല ആളുകളോടും നിങ്ങൾ എനിക്ക് പെര വെക്കാൻ സ്ഥലം തന്നത് ഓന് പറ്റിയിട്ടില്ല അങ്ങനെയുള്ള വർത്താനങ്ങൾ പറയണം. പിന്നെ എന്റെ പെണ്ണുങ്ങളെ ഞാൻ ഓളോടെ കൊണ്ടാക്കിയത് ഓന്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഈ പെരയിലുള്ള പണികളൊക്കെ എടുപ്പിച്ചാലാണ് എന്നൊക്കെ അങ്ങാടി കൂടി പറഞ്ഞു നടക്കുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തൊക്കെ മുത്തുവ, നമ്മള് കുടുംബത്തിൽ ഇങ്ങനൊന്നും ഇല്ലാത്താണല്ലോ. എന്താ ഞാൻ കേൾക്കണേ? ഞാനവിടെ പറഞ്ഞിട്ടൊന്നുമില്ല, അതൊക്കെ ഓനാരോ കത്തിച്ചു വിട്ടാണിപ്പാ. ഇജ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഒന്നും പറയണ്ട. ആൾക്കാർ 1-2 ആൾക്കാരാണ് എന്നോട് അങ്ങാടിന്റെ കാര്യങ്ങൾ പറയണേ. ഇപ്പൊ ഓ മുണ്ടാപൂച്ചാളെ മാറി ഇങ്ങനെ വെറുതെ മുണ്ടാക്കുന്നതുകൊണ്ട് കാര്യമില്ല. അങ്ങാടി കൂടി നടന്നാണ് പലതും പറയണ്ടോ. ഇജ് ആരോട് പറഞ്ഞിരിക്കുന്നാലേ? ഇജിന്റെ കൂടെ പിറപ്പല്ലേ പെണ്ണിനെ ഞാൻ ദൂരം മറ്റേ ദൂരം വെറുതെ നടക്കല്ലോ ഇവിടെ കുടുംബത്തെത്തിക്കാൻ എന്താണ് അങ്ങനെ തിരക്കൂട്ടില്ലേ? നമ്മളെ കുടുംബത്തിൽ ഇല്ലാത്തതാണല്ലോ. അവിടെ എന്താ നിങ്ങള്